നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിൽ എങ്ങനെയാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്തത്, അതേപോലെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിൽ അവരെ നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവഞ്ചേഴ്സ് റൗണ്ട് 2 വേണ്ടി റെഡിയാവുകയാണ്. അതേസമയം നമ്മുടെ ക്വാണ്ടം മാനയിൽ കണ്ടിട്ടുള്ള ആ കാങ് ദ കോൺക്കറർ ഇപ്പോഴും ബിയോണ്ട് സോണിൽ തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ അവഞ്ചേഴ്സ് ഈ കാങ് കൗൺസിലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അവഞ്ചേഴ്സ് അവരുടെ പ്ലാൻ പ്രകാരം ജയിക്കുമോ അല്ലെങ്കിൽ കാങ് കൗൺസിലാണോ ജയിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ അവഞ്ചേഴ്സ് ഇപ്പോൾ 3 ടീമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മിസ് മാർവൽ, ക്യാപ്റ്റൻ മാർവൽ, ഹൾക്ക്, ഷൂറി ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീം റോക്കറ്റ് ട്രക്കിൻ്റെ ഷിപ്പിൽ ഇപ്പോൾ നമ്മുടെ ഇമ്മോർട്ടസ് ഗാങ് ആയിട്ടുള്ള മെയിൻ ഗാങ്ങിനെ എതിർത്ത് പോവുകയാണ്. ഈ ഇമ്മോർട്ടസ് ഗാങ് എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആകാശത്ത് ഈ ഗാങ്സിൻ്റെയൊക്കെ മെയിൻ ഷിപ്പായിട്ടുള്ള ആ ഷിപ്പിലാണുള്ളത്. ആ ഷിപ്പിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ ദ ഡെമോക്രറ്റ്സ് ബേസ് എന്നാണ്. പിന്നെ ബാക്കിയുള്ള 2 മെയിനായിട്ടുള്ള ഗാങ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സെഞ്ചൂറിയൻ ആൻഡ് റാമത്തത്, ഇവർ 2 പേരാണ് ആ 2 സാധനമായിട്ടുള്ള നമ്മുടെ ടെൻ റിങ്സും ആ ബാങ്കിൾസും അന്വേഷിച്ച് പോയിരിക്കുന്നത്. നമ്മുടെ സ്പൈഡർമാൻ്റെ സ്ട്രീറ്റ് ലെവൽ ടീം, അതായത് അതിലുള്ള നമ്മുടെ ഡെയർ ഡെവൽ, പണിഷർ, മൈൽസ് മൊറൽസ് ഇവരെ പോലുള്ളവരൊക്കെ നമ്മുടെ റാമട്ടട്ടിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കോസ്മിക് ടീം, അതായത് നമ്മുടെ തോർ, ഷാങ്ചി, ക്ലിയ ഇവരെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ സെഞ്ചൂറിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാം വക്കാണ്ട വിട്ട് പുറത്ത് പോയപ്പോൾ തന്നെ ഉള്ളിലുള്ള കുറച്ച് ലോകരാജ്യങ്ങളുടെയൊക്കെ നേതാക്കൾ, പ്രധാനമായിട്ടും നമ്മുടെ തണ്ടർബോൾട്ട് റോസ്, ലോകത്തിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു നാശം വരുമ്പോൾ നമുക്ക് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ടിയമണ്ട് എന്ന് പറയുന്ന ആ സെലസ്റ്റിയൽ, ആ മരിച്ച സെലസ്റ്റിയലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത അഡമാൻഡിയം വെച്ചിട്ട് ഒരുപാട് സെൻറ്റിനൽ റോബോട്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സെൻറ്റിനൽ റോബോട്ട്സിനെ നമ്മുടെ തണ്ടർബോൾട്ട് റോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അവഞ്ചേഴ്സ് തന്നെ വേൾഡിന് ഒരു ത്രെട്ടാണ്. എന്നെങ്കിലും ഈ അവഞ്ചേഴ്സ് തന്നെ റോഗായി മാറിക്കഴിഞ്ഞാൽ അവരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ പുള്ളി ഈ സെൻറ്റിനൽ റോബോട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഗാങ്ങുകൾ കാരണം മൊത്തം വേൾഡ് തന്നെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവഞ്ചേഴ്സിനെ മാത്രം വിശ്വസിച്ചിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പറ്റിയ ടൈമാണ് ഈ സെൻറ്റിനൽ റോബോട്ട്സിനെ അവരും ഇറക്കി വിടുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ എർത്ത് ബൗണ്ട് ടീം ആ ഡെമോക്രറ്റ് ഷിപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്ക് തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ മിസ് മാർവലിൻ്റെ കയ്യിലുണ്ട് ആ മെഗാ ബാൻഡ്സ് മര്യാദയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഷാങ്ചിയുടെ 10 റിങ്സിനെക്കാളും പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചത്താലും ശരി ഈ മെഗാ ബാൻഡ്സ് ഇമ്മോർട്ടസിൻ്റെ കയ്യിൽ എത്തരുതെന്ന് അവർ തീരുമാനിക്കുകയാണ്. അതേസമയം നമ്മുടെ സ്പൈഡർമാൻ്റെ സ്ട്രീറ്റ് ടീം റാമട്ടട്ടുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഡെയർ ഡെവൽ, പണിഷർ, ഹോക്കോയ് ഇവരൊക്കെ പഠിച്ച 18 അടവ് അവിടെ ഇറക്കുകയാണ്. അങ്ങനെ അവരെ കൊണ്ട് പറ്റാവുന്ന അത്രയും മാക്സിമം പോരാടാണ് എങ്ങനെയെങ്കിലും ഈ വാറിൽ ജയിക്കണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അവഞ്ചേഴ്സ് ടീമിലും വിരലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ഗാങ്സിനെ നോക്കുകയാണെങ്കിൽ ഗാങ്സ് എത്ര എണ്ണമെന്ന് എണ്ണിയെടുക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവഞ്ചേഴ്സിന് ഒരു ഘട്ടത്തിന് മേലെ ഫൈറ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. പക്ഷെ എന്നാലും അവസാന ശ്വാസം വരെ പോരാടാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് നമ്മുടെ സ്പൈഡർമാൻ റാമട്ടട്ടിൻ്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ റാമട്ടട്ട് പുള്ളിയുടെ വെപ്പൺ വെച്ച് സ്പൈഡർമാൻ ഒരു അടിയടിച്ചതും സ്പൈഡർമാൻ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് തകർത്ത് പോയി എവിടേക്കോ തെറിച്ച് പോയി വീഴാണ്. അങ്ങനെ സ്പൈഡർമാനെ ഏതാണ്ട് നിൽക്കാൻ പോലും പറ്റാതെ രക്തത്തിൽ കുളിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ നിൽക്കാൻ പോലും പറ്റാതെ താഴെ വീണ് പോവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ മൈൽസ് മൊറൽസിന് ദേഷ്യം വന്നിട്ട് പുള്ളി ഡയറക്റ്റായിട്ട് റാമട്ടട്ടായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇത് കണ്ടത് റാമട്ടട്ട് എന്നെ ചിരിച്ചോണ്ട് നിൻ്റെ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അടിച്ച് ഇടിച്ച് കൊല്ലാറാക്കാണ്. അതേസമയം ദൂരത്ത് നിന്ന് നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ അവൻ്റെ അടുത്തേക്ക് പോകരുത് മൈൽസ് എന്ന് പറഞ്ഞ് വാൺ ചെയ്യാണ്. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. കാരണം ആ റാമട്ടട്ട് മൈൽസ് മൊറൽസിനെ കൊടൂരായിട്ട് കൊല്ലുന്നത് ദൂരത്തുനിന്ന് നമ്മുടെ സ്പൈഡർമാൻ നോക്കി നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ. ഓൾമോസ്റ്റ് ആ ടീമിലുള്ള എല്ലാവരും മരിച്ചിരിക്കുകയാണ്. സ്പൈഡർമാനും ഓൾമോസ്റ്റ് മരിക്കാറായിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പുറത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ടീമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി പവർഫുൾ ഹീറോസൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ ഷാങ്ചി, തോർ, ക്ലിയനെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ സെഞ്ചുറിനെ അടിച്ച് തുടച്ചെടുക്കാൻ തുടങ്ങാണ്, സ്റ്റാർട്ടിങ്ങിൽ മാത്രം. അങ്ങനെ പോകെ പോകെ ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് സെഞ്ചുറിൻ എന്തോ ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ക്വാണ്ടം റെല്ലത്തിലെത്തുകയാണ്. അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്കറിയില്ല, ക്ലിയർ ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഫൈറ്റ് ക്വാണ്ടം റെല്ലത്തിലെത്തിയതും നമ്മുടെ സെഞ്ചുറിനും അവൻ്റെ ആർമിയും നമ്മുടെ അവഞ്ചേഴ്സ് ടീമിനെ ഓവർ പവർ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ സെഞ്ചുറിൻ ഈ അവഞ്ചേഴ്സ് ടീമിലുള്ള ഓരോരുത്തരെയായി കൊന്നു കുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അവസാനം ഈ ടീമിൽ ബാക്കിയുള്ള 3 പേരാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, തോർ, ഷാങ്ചി ജീവനോടിരിക്കാൻ ഒരേ ഒരു കാരണം ആ 10 റിങ്സ് മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ലായിരുന്നു, ഓൾമോസ്റ്റ് അടികൊണ്ട് ചാവാറായ ഒരു നിലയിൽ ക്ലിയോയും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ക്ലിയോ ഒരു കാര്യം ചെയ്യുന്നത്. മരിക്കാറായി കിടക്കുമ്പോൾ തന്നെ ക്ലിയോ അവളുടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട്
ആ ക്വാണ്ടം പ്രതലത്തിൽ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ 3 പേരും ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്ക്. ഒരിക്കലും ആ റിങ്സ് അവൻ്റെ കൈ കിട്ടരുതെന്ന് പറഞ്ഞിട്ട് ആ ക്വാണ്ടം പ്രതലത്തിൽ നിന്ന് എർത്തിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മാത്രവും ഞാനിവിടെ നിൽക്കാം, തോറിനോടും ഷാങ്ചിനോടും ആ പോർട്ടൽ വഴി പോകാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ഈ സെഞ്ചുറിനെ ഡീൽ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ തോറും ഷാങ്ചിയും ആ പോർട്ടൽ വഴിയായിട്ട് എർത്ത് 616 പോവാണ്. അതേസമയം നമ്മുടെ സെഞ്ചുറിനും എല്ലാ അവഞ്ചേഴ്സിനെയും കൊന്നു കഴിഞ്ഞു. ബാക്കിയുള്ള 3 പേര് ആ പോർട്ടൽ യൂസ് ചെയ്തിട്ട് എർത്ത് 616 പോയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെഞ്ചുറിനും അവിടുന്ന് പോവുകയാണ്. പക്ഷെ പുള്ളിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളതെന്ന്. പക്ഷെ അപ്പോഴാണ് അവിടെ ഒരു ടിവിയുടെ ടൈം ഡോർ ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആണ്. അങ്ങനെ അവർ വന്നപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ലോക്കിനെ കുറിച്ചൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതുമാത്രമല്ലാതെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ടി വിയിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ ടി വിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടുന്നാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഇവർ പറഞ്ഞു മനസ്സിലാക്കുന്നത്, നിങ്ങൾ ജീവനോടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജീവനോടുള്ളതാണ് ചിലപ്പോൾ ഈ മൾട്ടിവേഴ്സിനെ തന്നെ തലവരെ തന്നെ മാറ്റി പറിക്കാൻ പോകുന്നതെന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, അവിടേക്ക് പോകരുത്. പോയാൽ നിങ്ങൾ എന്തായാലും മരിക്കും. നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ചും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ടീമിനും ആ ഇമ്മോർട്ടസ് ഗ്യാങ്ങിനും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിസ് മാർവലിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു മെഗാ ബാൻഡ് ഇമ്മോർട്ടസ് ഗ്യാങ്ങിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. മറ്റേ ബാങ്കുകളും ഇമ്മോർട്ടസിൻ്റെ കയ്യിൽ എത്തരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് തടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അതിലും ഒരുപാട് അവഞ്ചേഴ്സ് മരിക്കുകയാണ്. അതിൽ നമ്മുടെ ബ്ലാക്ക് പാന്തർ, സ്റ്റാർ ലോർഡ്, ക്യാപ്റ്റൻ മാർവൽ ഇവരൊക്കെ തട്ടിപ്പോവാണ്. അപ്പോൾ തന്നെ ആരെങ്കിലും ഒരാൾ ഇവിടെ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ആ ബാങ്കിളിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയതും നമ്മുടെ വണ്ടർമാൻ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയാണ്, ക്യാപ്റ്റൻ അമേരിക്കനോട് പറയാണ്, നിങ്ങൾ മിസ് മാർവലിനെയും കൂട്ടി ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ, ആ ബാങ്കിൾ എൻ്റെ കയ്യിൽ തന്നേക്ക്. ആ ബാങ്കിളുടെ പവറും എൻ്റെ പവറും കൂട്ടിച്ചേർത്ത് ഞാനൊരു അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. ആ അറ്റാക്കിൽ ഈ ഇമ്മോർട്ടസും ആ ബാങ്കിളും ഞാൻ നശിപ്പിച്ചേക്കാന്ന് പറയാണ്. ഈ അറ്റാക്കിൽ ഞാൻ തന്നെ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുന്ന് പൊക്കോന്ന് പറയാണ് പുള്ളി. അങ്ങനെ ആ മെഗാമാൻസും നമ്മുടെ വണ്ടർമാൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് മിസ് മാർവൽ അവിടുന്ന് പോയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ പോലെ പുള്ളിയുടെ അറ്റാക്ക് പുള്ളി ഇനിഷ്യേറ്റ് ചെയ്യാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഇമ്മോർട്ടസ് പുള്ളിയുടെ പവറും പുള്ളി ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബാങ്കിളുടെ പവറും കമ്പൈൻ ചെയ്ത് ഒരു അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ 2 പവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തത് ആ യൂണിവേഴ്സ് മൊത്തം ഒരു ഷോക്ക് വേവ് പോവാണ്. അങ്ങനെ ആ അറ്റാക്കിന് ശേഷം മൊത്തം ഒന്ന് ശാന്തമായ പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവുന്നത് ആ അറ്റാക്കിൽ വണ്ടർമാൻ ചാരമായി മരിച്ചുപോയി. പക്ഷേ ഇമ്മോർട്ടസ് മരിച്ചിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കല്ലേ? അല്ല, ഇമ്മോർട്ടസ് കല്ല് പോലെ അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല പുള്ളിക്ക് ആവശ്യമുള്ള ആ 2ാമത്തെ ബാങ്കിളും പുള്ളിയുടെ കൈ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിക്ക് ആവശ്യമുള്ളത് ആ 10 റിങ്സ് മാത്രമാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഇഷ്ടത്തിന് ഈ മൾട്ടിവേഴ്സ് തന്നെ പുള്ളിക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. മീൻവൈൽ ബാക്കിയുള്ള കുറച്ച് അവഞ്ചേഴ്സ്, അതായത് ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, മിസ് മാർവൽ, തോർ, ഷാങ്ചി, ആൻഡ്മാൻ ഇവരൊക്കെ പോലുള്ള കുറച്ച് പേരേ ഉള്ളൂ. അതേസമയം ഇപ്പുറത്ത് അടി കൊണ്ട് കിടക്കുന്ന നമ്മുടെ സ്പൈഡർമാനും ഇവരൊക്കെ തിരിച്ച് വക്കാണ്ടയ്ക്ക് തന്നെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇവരവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഓൾറെഡി വക്കാണ്ട ഈ ഗാങ്സ് എല്ലാവരും കണ്ടുപിടിച്ച് ആ വക്കാണ്ട തന്നെ അടിച്ച് തറമട്ടമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവിടെയുള്ള ബാക്കി കുറച്ച് ഹീറോസിനും അവിടെ എങ്ങനെയൊക്കെയോ അടിച്ചു പിടിച്ച് രക്ഷപ്പെട്ട കുറച്ച് സർവൈവേഴ്സിനെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ടോണി സ്റ്റാർക്ക് ഏതോ ഒരു കാലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സേഫ്റ്റി ബങ്കറിലേക്ക് കൊണ്ടുപോവാണ്. എന്നെങ്കിലും വേൾഡിന് അതിന് തടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരികയാണെങ്കിൽ എല്ലാവർക്കും സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ടോണി സ്റ്റാർക്ക് ഇങ്ങനെ ഒരു ബങ്കർ തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഇടത്തിലേക്ക് ബാക്കിയുള്ളവരൊക്കെ പോവാണ്. അങ്ങനെ ഇതൊക്കെ ഇവിടെ തടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇമ്മോർട്ടസ് ഗ്യാങ് തിരിച്ച് പുള്ളിയുടെ ആ ഫോർട്രസിലേക്ക് തിരിച്ചു വരികയാണ്. അതേസമയം നമ്മുടെ സെഞ്ചുറിയൻ ഗ്യാങ്ങും അവിടെ തിരിച്ചെത്താണ്. അപ്പോഴാണ് നമ്മുടെ റാമട്ടിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് അവിടെ ഒരു കാര്യം കാണുന്നത്, റാമട്ടിട്ട് വെറുതെ അല്ല വന്നിരിക്കുന്നത്, കൊന്നിരിക്കുന്ന അവഞ്ചേഴ്സിൻ്റെയൊക്കെ തലയൊക്കെ വെട്ടി ലൈനായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് അവിടെ. പക്ഷേ സെഞ്ചുറിയൻ അവിടെ വെറും കൈയോടെ വന്നു കണ്ടതും ഇമ്മോർട്ടസ് ഗ്യാങ് ഒരുപാട് ദേഷ്യത്തിലാവാണ്. കാരണം സെഞ്ചുറിൻ്റെ ടാസ്ക് തന്നെ ആ 10 റിങ്സ് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരുന്നു. പുള്ളി വെറും കൈയോടെ വന്നു കണ്ടതും ദേഷ്യം പിടിച്ചിട്ടുള്ള ഇമ്മോർട്ടസ് ഗ്യാങ് ആ സെഞ്ചുറിയൻ ഗ്യാങ്ങിൻ്റെ തന്നെ പവേഴ്സ് മൊത്തം ആ ബാങ്കിൾസ് യൂസ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങാണ്. ജസ്റ്റ് പവർ മാത്രമല്ല അബ്സോർബ് ചെയ്യുന്നത്, മൊത്തം ആ സെഞ്ചുറിയനെ തന്നെ പുള്ളിയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആ സെഞ്ചുറിയൻ ഗ്യാങ്ങിനെ തന്നെ ഈ ഇമ്മോർട്ടസ് ഗ്യാങ് ഇപ്പോൾ കൊന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ റാമട്ടിട്ടും ബാക്കിയുള്ള എല്ലാ ഗ്യാങ്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നാടാ ഇത്രയും പവർഫുള്ളായി മാറിയ ഇമ്മോർട്ടസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു അൺഒഫീഷ്യൽ ലീഡറായിട്ടുണ്ടായിരുന്ന ഇമ്മോർട്ടസിനെ എല്ലാവരും തല വണങ്ങി ഒഫീഷ്യൽ ലീഡറായിട്ട് തന്നെ അംഗീകരിക്കുകയാണ്, അവരുടെ ഒരു രാജാവിനെ പോലെ. അതുമാത്രമല്ലാതെ എല്ലാവരും ചേർന്ന് പുള്ളിക്ക് അവരുടെ പുതിയൊരു പേര് വെക്കാണ്, ദ പ്രൈം ഗ്യാങ്. അതേസമയം ബിയോണ്ട് സോണിൽ പെട്ടുകിടന്നിരിക്കുന്ന നമ്മുടെ ആ ക്വാണ്ടം മാനയിൽ കാണിച്ച ഗ്യാങ്ങിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ചെറുപ്പത്തിൽ ഈ ഗ്യാങ്ങും പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ഗ്രവോണൊക്കെ ഒരുമിച്ചായിരുന്നു വളർന്നതൊക്കെ. ഒരുപാട് വയലിലൊക്കെ ചിരിച്ച് കളിച്ചാണ് അവർ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നൊക്കെ. അങ്ങനെ വളർന്നതിന് ശേഷം ഇവർ രണ്ടുപേരും പ്രേമിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ഒരു കുട്ടിയും ജനിക്കാതിരിക്കുകയായിരുന്നു.
അങ്ങനെ പുള്ളിയുടെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ പുള്ളിക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പുള്ളിയുടെ ഒരുപാട് ട്രാജഡി ഫ്ലാഷ് ബാക്കും പുള്ളിക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളി ഒരുപാട് പേരെ കൊന്നത്, ഒരുപാട് ടൈം ലൈൻസ് നശിപ്പിച്ചത്, ഇതൊക്കെ പുള്ളിക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മൈൻഡിൽ. ആക്ച്വലി ഈ ഗ്യാങ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിവേഴ്സിൻ്റെ കൺട്രോൾ മൊത്തം ഈ ഗ്യാങ്സിൻ്റെ കയ്യിൽ പോകരുത്, അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തകരൂ, എൻ്റെ ടൈം ലൈനും നശിക്കൂ, എല്ലാം കൈവിട്ട് പോകുന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഗ്യാങ് ആ മൊത്തം ഗ്യാങ് കൗൺസിലിനെ തന്നെ എതിർത്തത്. അങ്ങനെ പുള്ളി ഈ കൗൺസിൽ ഓഫ് ഗ്യാങ്ങിനെ ഒരു ഘട്ടത്തിൽ എതിർത്ത് പോകുമ്പോഴാണ് പുള്ളി അവരുടെ കൈ പെടുന്നത്. അങ്ങനെ ഞങ്ങളെ തന്നെ ഞങ്ങളിൽ ഒരുവനായി നീ എതിർത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ക്വാണ്ടം റെലത്തിലേക്ക് അയക്കാനുള്ള പ്രോസസ്സൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അതാണ് നിനക്കുള്ള പണിഷ്മെൻ്റ് എന്നും അവർ പറയാണ്. അങ്ങനെ പുള്ളി പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്യാങ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ ടൈം ലൈനും എൻ്റെ യൂണിവേഴ്സും മാത്രം വിട്ടേക്ക്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് കെഞ്ചാണ് പുള്ളി. എൻ്റെ വൈഫും കുഞ്ഞും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന ആദ്യത്തെ കാരണം തന്നെ ഈ ഗ്യാങ് ദ കോൺക്കററിൻ്റെ ടൈം ലൈൻ മൊത്തം നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി കളയാണ്. എന്നിട്ട് പുള്ളിയുടെ വൈഫായിട്ടുള്ള റവോണേനെയും കൊന്നുകളയാണ്. എന്നിട്ട് വീണ്ടും പുള്ളിയുടെ ക്വാണ്ടം റെലത്തിലേക്ക് ബാനിഷ് ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് എങ്ങനെയോ ഈ ഗ്യാങ് രക്ഷപ്പെടാണ്. പുള്ളി രക്ഷപ്പെട്ടിട്ട് നേരെ പോകുന്നത് ആ നശിപ്പിക്കപ്പെട്ട പുള്ളിയുടെ യൂണിവേഴ്സിലേക്കാണ്. അങ്ങനെ പുള്ളി അവിടെ ചെന്നപ്പോൾ തന്നെ കാണുന്നത് പുള്ളി ചിരിച്ച് കളിച്ച് നടന്നിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ വയലുകളും എല്ലാം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പുള്ളിയുടെ വൈഫിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെയും കൊന്നും മരത്തി കെട്ടിത്തൂക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ്. ഇത് കണ്ടത് ഈ ഗ്യാങ് കരഞ്ഞുകൊണ്ട് തന്നെ റവോണനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാൻ തുടങ്ങാണ്. അങ്ങനെ അവിടേക്ക് ഈ ഗ്യാങ് ദ കോൺക്കറിനെ തേടി ആ കൗൺസിൽ ഓഫ് ഗ്യാങ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇത്തവണ ഇവർ രക്ഷപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഗ്യാങ് ദ കോൺക്കറിൻ്റെ ആ ടൈം ചെയറിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പവർ സോഴ്സ് തന്നെ എടുത്ത് എന്നിട്ട് നമ്മുടെ ഗ്യാങ് ദ കോൺക്കറിനെ ആ ക്വാണ്ടം റെലത്തിൻ്റെ ഉള്ളിലേക്ക് അയക്കുകയാണ്. ഈ ഗ്യാങ് ദ കോൺക്കർ ആണെങ്കിൽ ഞാൻ തിരിച്ചു വരടാ, നിൻ്റെയൊക്കെ നാശി എൻ്റെ കയ്യിലാണെന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെ ആ ക്വാണ്ടം റെലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിന് ശേഷം നടന്നതായിരിക്കും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനയിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ. അതിനുശേഷം ഫൈനലി ഇപ്പോൾ പുള്ളി ബിയോണ്ട് സോണിൽ പെട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ഇതൊക്കെ മനസ്സിലാക്കിയതും പുള്ളിയുടെ മൈൻഡിൻ്റെ കൺട്രോൾ പുള്ളി തന്നെ തിരിച്ചെടുക്കുകയാണ്. പുള്ളി ഒന്ന് സ്റ്റേബിൾ ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഗ്യാങ് ദ കോൺക്കറിനും ഈ ബിയോണ്ട് സോൺ എന്താണെന്നും ഇവിടുന്ന് എങ്ങനെ പുറത്ത് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അങ്ങനെ പുള്ളി പതിയെ ആ ബിയോണ്ട് സോൺ വിട്ട് പുറത്ത് വരാൻ തുടങ്ങുകയാണ്. പക്ഷെ പുള്ളി പതിയെ വരുമ്പോൾ തന്നെ ആ മൊത്തം ബിയോണ്ട് സോണിൻ്റെ പവർ തന്നെ പുള്ളിയുടെ ദേഹത്തേക്ക് അബ്സോർബ് ആവാൻ തുടങ്ങുകയാണ്. ആ പവേഴ്സ് അബ്സോർബ് ആവുന്നതുകൊണ്ട് തന്നെ പുള്ളി ഒരുപാട് വലുതായി മാറുകയാണ് ആൻഡ് സൂപ്പർ ഓവർപവർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മൊത്തം ബിയോണ്ട് സോണിൻ്റെയും പവർ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഗ്യാങ് ദ കോൺക്കറർ ദ ബിയോണ്ടർ ഗ്യാങ് ആയി മാറുന്നത്. അതേസമയം നമ്മുടെ എർത്ത് 616 നമ്മുടെ ഇമ്മോർട്ടസ് ഗ്യാങ് വെയിറ്റ് ചെയ്തൊക്കെ മതി, ആ 10 റിങ്സ് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ആ ബങ്കർ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് പുള്ളി ഇവരുള്ള സ്ഥലം കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാങ്ചിയുടെ 10 റിങ്സ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഒരു സിഗ്നൽ അയക്കുന്നുണ്ടായിരുന്നല്ലോ, ആ സിഗ്നൽസ് ഒക്കെ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവർ എവിടെ പോയാലും അവർ കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ഓൾറെഡി ഉണ്ടായിരുന്ന വക്കാണ്ടേനെ ഇവർ കണ്ടുപിടിച്ചത്, ഇപ്പോൾ ഉള്ള ബങ്കർ ഇവർ കണ്ടുപിടിച്ചത്. അങ്ങനെ മൊത്തം ആ ബങ്കർ തന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന ഇമ്മോർട്ടസ് ആൻഡ് റാമറ്റോട്ടുമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തുറന്നു വരികയാണ്. അങ്ങനെ ഇത് കണ്ടത് ഇമ്മോർട്ടസ്, നിൻ്റെ ധൈര്യത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് നിനക്ക് മാത്രം ഒരു ഓഫർ, നീ ഞങ്ങളുടെ കൂടെ വന്നേക്ക്, അവഞ്ചേഴ്സിനെ നീ വഞ്ചിച്ചേക്ക് എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നോക്കുന്നത് പുള്ളി ഷീൽഡിലേക്കാണ്. പുള്ളിക്ക് അപ്പോൾ വന്നു പോകുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ മകമാണ്. അങ്ങനെ ചത്താലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് പറയാണ്. ഇങ്ങനെ പുള്ളി അത് പറഞ്ഞുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞതും ബാക്കിയുള്ള അവഞ്ചേഴ്സൊക്കെ അവരുടെ മാക്സിമം പവേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് മൊത്തം കമ്പൈൻ ചെയ്ത് ഒരു പവർ അറ്റാക്ക് ആ ഇമ്മോർട്ടസിന് നേരെ അയക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്കയും പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ പുള്ളിയുടെ ഷീൽഡ് വലിച്ചേർന്നതും ഇതൊക്കെ ചേർന്ന് അടിച്ച് ആ ഇമ്മോർട്ടസിനെ ചേരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടത് റാമട്ടൻ ബാക്കിയുള്ള മെമ്പേഴ്സ് ഓഫ് കൗൺസിൽസ് ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്തോന്നടാ, ഒരു ആനേനെ തന്നെ ഇവന്മാർ ചിരിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓഫ്കോഴ്സ് നമ്മുടെ ഇമ്മോർട്ടസ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പുള്ളി എഴുന്നേറ്റതും ഈ ഗ്യാങ്ങിൻ്റെ ആർമിക്കും നമ്മുടെ അവഞ്ചേഴ്സിനും തമ്മിൽ ഒരു ഫൈറ്റ് അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൽ നമ്മുടെ ഷാങ്ചിക്ക് എതിരായിട്ട് പുള്ളിയുടെ കയ്യിലുള്ള മെഗാബാൻസ് യൂസ് ചെയ്തിട്ട് ഇമ്മോർട്ടസ് അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്കിൽ ഷാങ്ചിയെ മരിച്ചു പോവാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 10 റിൻസിനേക്കാൾ പവർഫുള്ളാണ് ഈ മെഗാബാൻസ്. അത് യൂസ് ചെയ്തിട്ട് ഇമ്മോർട്ടസ് ഗ്യാങ് ഇപ്പോൾ ഷാങ്ചിനെ തന്നെ അറ്റാക്ക് ചെയ്ത് കൊന്നിരിക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ കയ്യിലുള്ള 10 റിങ്സ് ഒക്കെ താഴെ വീഴാണ്. അതേസമയം ബാക്കിയുള്ള അവഞ്ചേഴ്സ് ഒക്കെ അടികൊണ്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഇമ്മോർട്ടസ് ആ 10 റിങ്സ് പുള്ളിയുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആക്ച്വലി ഈ 10 റിങ്സും മെഗാബാൻസും ഒക്കെ ഗ്യാങ്ങിൻ്റെ മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ വാക്ക് ഇത് കേൾക്കുന്നത്. അങ്ങനെ ആ 10 റിങ്സ്
ഇമ്മോർട്ടസ് ഗാങ്ങിൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാങ് എല്ലാവരും നോക്കുകയാണ് മുകളിലോട്ട്, എങ്ങോട്ടാണ് ഈ ടെൻഡ്രിങ്സ് പോകുന്നതെന്ന്. നോക്കുമ്പോൾ ആകാശത്തൊരു വലിയ രൂപം വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ബിയോണ്ടർ ഗ്യാങ് എർത്ത് 616 വന്നിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളി വന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പണി തരാൻ പോവാണ്. ഈ മൾട്ടിവേഴ്സിനെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ശ്രമിച്ച്, ഇനി നിങ്ങളെല്ലാവരും എൻ്റെ പ്രതികാരം ഫേസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമ്മോർട്ടസ് ഗാങ്ങിനും ബിയോണ്ടർ ഗാങ്ങിനും അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. ദ ഒറിജിനൽ മൾട്ടിവേഴ്സൽ വാർ ഇപ്പോഴാണ് തുടങ്ങുന്നത്. അങ്ങനെ ഈ ഫൈറ്റ് എർത്ത് 616 മാത്രമല്ല, അറ്റ് ദ മൊമെൻറ്റ് മൊത്തം മൾട്ടിവേഴ്സിൽ, അതായത് നമ്മുടെ ആ മൾട്ടിവേഴ്സ് ഓഫ് മാഡസിൽ ഡോക്ടർ സ്ട്രേഞ്ചും അമേരിക്ക ചാവൽസും അറ്റ് ദ ടൈം ഒരുപാട് മൾട്ടിവേഴ്സിൽ ഒരേ ടൈമിൽ ക്രാക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഫൈറ്റിലും, അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഓരോ ഫൈറ്റിൽ യൂണിവേഴ്സായിട്ട് മാറി ഫൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരടിക്കുന്ന ഓരോ അടി മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ ഡീസ്റ്റബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക്കിയെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവരടിക്കുന്ന ഓരോ അടിയിലും അറ്റാക്കിലും മൊത്തം മൾട്ടിവേഴ്സിൻ്റെ ബ്രാഞ്ചസ് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക്കി മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ബിയോണ്ടർ ഗാങ്ങിൻ്റെയും പ്രൈം ഗാങ്ങിൻ്റെയും ഈ ഫൈറ്റ് മൊത്തം മൾട്ടിവേഴ്സ് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞ പ്രകാരം ഓൾറെഡി നമ്മുടെ ടി.വിയിൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറൊക്കെ ചേർന്നിട്ട് ആങ്കർ ബീങ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് റാഫ്റ്റ് ബിൽഡ് ചെയ്തായിരുന്നു. നമ്മുടെ എർത്ത് 616 ഇല്ലാതാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ബാക്കിയുള്ള ഹീറോസിനെയും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു. പക്ഷേ ഓൾറെഡി എല്ലാവരും മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തോറൊക്കെ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയ രണ്ട് പേരേ ഉള്ളൂ, നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആൻഡ് മിസ് മാർവൽ. ഓൾറെഡി ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ ഉള്ളിലുണ്ട്. ടി.വിക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള മൾട്ടിവേഴ്സിലുള്ള ബാക്കിയുള്ള, അതായത് നമ്മുടെ ഡെഡ് പൂൾ, വൂൾവറിൻ, ഫാന്റാസ്റ്റിക് ഫോർ, നിക്കോളസ് കേജിൻ്റെ ഗോസ്റ്റ് റൈഡർ, ഇവരൊക്കെ ഓൾറെഡി ഉണ്ട്. ഇനി മൾട്ടിവേഴ്സിൻ്റെ ഉള്ളിലുള്ളത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് മൊത്തം മൾട്ടിവേഴ്സ് വിട്ടിട്ട് തന്നെ ഇവർ പുറത്ത് വരികയാണ് ആ ലൈഫ് റാഫ്റ്റിൽ. ലോക്കിയുടെ ആ വേൾഡ് ട്രീ ഇല്ലേ, ആ വേൾഡ് ട്രീ ഉള്ളതിൻ്റെ പുറത്ത് വന്നിട്ട് ഇവർ ഈ ഫൈറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബിയോണ്ടർ ഗാങ് ആൻഡ് പ്രൈം ഗാങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫൈറ്റ് ഒരു ഘട്ടത്തിൽ ഈ മൾട്ടിവേഴ്സ് വിട്ട് പുറത്ത് വന്നിട്ട് ആ മൾട്ടിവേഴ്സൽ ട്രീയിൽ തന്നെ വെച്ച് ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരുടെ അടിയിലൊക്കെ ബ്രാഞ്ചസ് തകരാൻ തുടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ആ പ്രൈം ഗാങ്ങിനെ ബിയോണ്ടർ ഗാങ് ആ മൾട്ടിവേഴ്സിൻ്റെ ഒരു ബ്രാഞ്ച് വെച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഓൾറെഡി ബിയോണ്ടർ ഗാങ്ങിൻ്റെ കയ്യിൽ 10 റിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇമ്മോർട്ടസ് ഗാങ്ങിനെ കൊന്ന് ആ മെഗാ ബാൻസും എടുക്കുകയാണ്. ലോക്കിയെ കൊണ്ട് ഇനി ഈ മൾട്ടിവേഴ്സ് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബിയോണ്ടർ ഗാങ് മൊത്തം ലോക്കിനെ തന്നെ അബ്സോർബ് ചെയ്യാണ്. എന്നിട്ട് മൊത്തം ലോക്കിയുടെ പവേഴ്സും അബ്സോർബ് ചെയ്യാണ്. അങ്ങനെ ലോക്കിനെ അബ്സോർബ് ചെയ്തത് മൊത്തം മൾട്ടിവേഴ്സ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ മൊത്തം മൾട്ടിവേഴ്സ് ഇല്ലാതാവാൻ പോവാണ്. അങ്ങനെ ആ ടൈമിൽ തന്നെ ആ 10 റിങ്സ് ആൻഡ് മെഗാവാൻസ് യൂസ് ചെയ്ത് പുതിയൊരു ഡിവൈസ് ഉണ്ടാക്കുകയാണ്. ഇതാണ് ആ ഇമ്മോർട്ടസ് ഗാങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് പുള്ളി ക്രിയേറ്റ് ചെയ്തതും ആ നശിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടിവേഴ്സിൽ എവിടൊക്കെ എന്തൊക്കെ രക്ഷിക്കാൻ പറ്റുമോ ആ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പുതിയൊരു വേൾഡ് ഈ ഗാങ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ വേൾഡിൻ്റെ പേരാണ് ദ ബാറ്റിൽ വേൾഡ്. ഇപ്പോൾ ഈ എർത്ത് 616 ഒരു ഭാഗമുണ്ട്, 838 ഒരു ഭാഗമുണ്ട്, 601 ഒരു ഭാഗമുണ്ട്, വോയിഡിൻ്റെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ നശിച്ചുകൊണ്ടിരുന്ന മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ആ ലൈഫ് ഡ്രാഫ്റ്റിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോസ് ഉണ്ടല്ലോ, അവർ ഈ ബാറ്റിൽ വേൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബിയോണ്ടർ ഗാങ് കൊണ്ടുവരികയാണ്. പക്ഷേ വെറുതെ കൊണ്ടുവന്നല്ല, അവരെയൊക്കെ അടിമകളാക്കിയിട്ട്, അതായത് പ്രിസണേഴ്സ് ആക്കിയിട്ട് കൊണ്ടുവരികയാണ്. കാരണം ഈ മൾട്ടിവേഴ്സ് തന്നെ നശിക്കുന്നത്, റിയാലിറ്റി തന്നെ ഇല്ലാതായതൊക്കെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതായത് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടായ മൾട്ടിവേഴ്സിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവർക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇനി ഏതാവനെങ്കിൽ ഇതിൽ നിന്ന് പുതിയ മൾട്ടിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ നിന്ന് പുതിയ പണി വാങ്ങേണ്ട വിചാരിച്ചിട്ടാണ് പുള്ളി ഇവരെ പ്രിസണേഴ്സ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബിയോണ്ടർ ഗാങ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വേൾഡ് പുള്ളി ആഗ്രഹിച്ചിട്ടുള്ള പോലെ ഒരു വേൾഡായിരുന്നു. അതായത് പുള്ളിയുടെ ടൈമിൽ റെവോണയുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് പുള്ളി ആഗ്രഹിച്ചോ അതുപോലൊരു വേൾഡാണ് പുള്ളി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. താൻ ആഗ്രഹിച്ച ലൈഫ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. വീണ്ടും പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പ്രിസണേഴ്സാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഗാങ് ഒരു റോസ് ഫീൽഡിൽ നിൽക്കുന്ന പോലെയും പുള്ളിയുടെ മുമ്പിൽ ബ്ലറായിട്ടൊരു പെണ്ണ് നിൽക്കുന്ന പോലെയൊക്കെ ഒരു വിഷം വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ പുള്ളി ഒറിജിനലായിട്ട് ആ വേൾഡിൽ ഒരു റോസ് ഫീൽഡിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. മുമ്പിൽ ഒരു പെണ്ണ് നിൽക്കുകയാണ്. അങ്ങനെ ആ പെണ്ണ് തിരിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പെണ്ണ് വേറെ ആരും ആയിരുന്നില്ല, റവോണയായിരുന്നു. മാത്രമല്ല റവോണ പ്രഗ്നൻറ്റുമാണ്. അങ്ങനെ ഇവർ കിസ് ചെയ്യാണ്. എന്നിട്ട് പുള്ളി ഒരു കാര്യം പറയാണ്, ഫോർ ഓൾ ടൈം ഓൾവേസ് മൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയാണ്. അതും പറഞ്ഞുകൊണ്ട് ഈ കാങ് ഡൈനസ്റ്റി എന്ന് പറയുന്ന പടം ഒരു പുതിയ വേൾഡിൽ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ആരംഭം തൊട്ട് തന്നെ
ഡോക്ടർ ഡൂമാണ് ഇതിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?